നിൽക്കുക എന്നത് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. സഹോദരന്മാരെ, അതിനാൽ ഇൻഷാ അല്ലാഹ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ വിമർശിച്ചും ചോദ്യം ചെയ്തും പണ്ഡിതന്മാരെ ശകാരിച്ചും പ്രസംഗങ്ങൾ നടന്നാൽ അപ്പോൾ ഉടനെ തന്നെ മറുപടികൾ ഉണ്ടാകും. അതിന് ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. 1400-ലധികം കൊല്ലമായിട്ടും തീരുമാനാകാത്ത ഒരു ദീന്, അതാണ് മുജാഹിദിന്റെ മതം. ഇവിടെ വന്ന ഹുസൈൻ സലഫി മന്ത്രത്തിന് ഞങ്ങൾ എതിരല്ല, മന്ത്രം ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ഇവിടുന്ന് പ്രസംഗിച്ചു. ഖുർആൻ ഓതി മന്ത്രിക്കുന്നതും മറ്റും അംഗീകരിക്കുന്നു എന്ന് പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആശയം നിങ്ങൾ മാറ്റിയതാണ്, നിങ്ങൾ നേരത്തെ മന്ത്രത്തെ എതിർത്തവരാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മൗലവി പറഞ്ഞത് എന്താണെന്നറിയോ? അത് ഞങ്ങൾ എതിർത്തത് ശിർക്കുള്ള മന്ത്രത്തെയാണ്, ശരിയായ മന്ത്രത്തെയല്ല. ഞങ്ങളുടെ അമാനിയുടെ ഖുർആൻ പരിഭാഷയിലുണ്ട്, പണ്ട് കുണ്ടുതോട് വാദപ്രതിവാദത്തിൽ മന്ത്രത്തിന് ഞങ്ങൾ എതിരല്ല ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, വാദപ്രതിവാദത്തിന് വ്യവസ്ഥ ഇതുമ്പോൾ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മൗലവി മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. കാരണം മുമ്പ് അമാനി മൗലവി എഴുതിയതും അതുപോലെ കുണ്ടുതോട് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയിൽ എഴുതിയതൊക്കെ പഴയ നിയമമാണ്. മുജാഹിദുകൾക്ക് പഴയ നിയമം പുതിയ നിയമം ഇങ്ങനെ രണ്ട് നിയമം ഉണ്ടാവും. അത് പഴയ നിയമമാണ്. അതിനുശേഷം മന്ത്രത്തെ വ്യക്തമായി എതിർത്തവരാണവർ. അത് ഖുർആൻ ഓതിയുള്ള മന്ത്രത്തെയും എല്ലാ മന്ത്രത്തെയും അവർ എതിർത്തിട്ടുള്ളതാണ്. അത് ഞാൻ ഉമർ മൗലവിയുടെ ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിന്റെ 92-ാമത്തെ പേജിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. മൗലവിയുടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോളൂ, ശ്രദ്ധിച്ചോളൂ. ശിർക്കിന്റെ ചുവയില്ലാതെ അള്ളാഹുവിന്റെ സഹായം മാത്രം തേടിക്കൊണ്ടും ഖുർആൻ ആയത്തുകളും ശരിയായ ചില പ്രാർത്ഥനകളും ഉപയോഗിച്ചുകൊണ്ടും മന്ത്രിക്കുന്നതും ഉറുക്കെഴുതി കെട്ടുന്നതും എഴുതി കലക്കി കുടിക്കുന്നതും ദോഷമില്ലെന്ന് വാദിക്കുന്നുണ്ട്. എന്നാൽ ഈ മാതൃക ആര് കാണിച്ചു? അപ്പൊ മൂപ്പരനെ വിമർശിക്കാൻ ഇവിടുന്ന് നമ്മളെ ഹുസൈൻ സലഫി എന്റെ മുമ്പിൽ കുടുങ്ങിയിട്ട് മന്ത്രത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല, മന്ത്രം തെറ്റല്ല എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കും. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നപ്പോ ഓരോന്നോരോന്ന് ഞങ്ങൾക്ക് സമ്മതിച്ച് ഏത്തയിടുകയല്ലേ എന്ന് ചോദിച്ചു. അതൊന്ന് വെച്ചു കൊടുത്താ മോനെ, അദ്ദേഹം മന്ത്രം തെറ്റല്ല എന്ന് പറയുന്നു ഒന്ന് കൊടുത്താം. മുർമൂലി പറഞ്ഞതിനെതിരായിട്ട് പറയുന്നു. നിങ്ങൾക്ക് കേൾക്കണോ? എന്താ ആരോപണം? നമ്മളിവിടെ കഴിഞ്ഞ പ്രസംഗത്തിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞതാണെന്ത്? മന്ത്രം മുജാഹിദുകൾ നിഷേധിച്ചിട്ടില്ല, മന്ത്രത്തിന് നമ്മൾ എതിരല്ല, മന്ത്രത്തിന് നാം തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി നമ്മളിവിടെ വിശദീകരിച്ചതാണ്. മന്ത്രം എന്ന് പറയുന്നത് തെറ്റുള്ളതും അല്ലാത്തതുമുണ്ട്, ദുർമന്ത്രങ്ങളില്ല. ആ രൂപത്തിലുള്ള മന്ത്രങ്ങളല്ലാത്ത ശരിയായ മന്ത്രങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നതാണ്, നമ്മളും മന്ത്രിക്കാറുണ്ട്, രോഗികൾക്ക് മന്ത്രിക്കേണ്ടതുണ്ട്. കേട്ടില്ലേ? അപ്പൊ ഉമർ മൗലവി പറഞ്ഞതോ? ഉമർ മൗലവി പറയുന്നത് ശിർക്കിന്റെ ചുവയില്ലാതെ അള്ളാഹുവിന്റെ സഹായം മാത്രം തേടിക്കൊണ്ടും ഖുർആനായത്തുകളും ശരിയായ ചില പ്രാർത്ഥനകളും ഉപയോഗിച്ചുകൊണ്ടും മന്ത്രിക്കുന്നതും ഉറുക്കൊഴുതി കെട്ടുന്നതും വേദിക്കലക്കി കുടിക്കുന്നതും ദോഷമില്ലെന്ന് വാദിക്കുന്നുണ്ട്. എന്നാൽ ഈ മാതൃക ആര് കാണിച്ചു എന്നാണ് ഉമർ മൗലവി വിമർശിക്കാൻ. ഹുസൈൻ സലഫി പറഞ്ഞു, ഞങ്ങൾ മന്ത്രിക്കാറുണ്ട്, മന്ത്രിക്കുകയും വേണം. ഓരോ മൗലവിക്ക് ഓരോ മതം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഫാത്തിഹയുടെ തീരത്ത് എന്ന ഉമർ മൗലവിയുടെ പുസ്തകമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. മുജാഹിദിന്റെ പണ്ഡിത സംഘടനയുടെ ജനറൽ സെക്രട്ടറിയോട്, അതേ വലിയ വക്താവിനോട് ചോദ്യം ചോദിച്ചു. അദ്ദേഹം ഞാനുമായി വാഴക്കാട് വെച്ച് ഖണ്ഡന പ്രസംഗം നടത്തിയിട്ടുള്ള ആളാണ്. ആ മൗലവി 8-9 പ്രാവശ്യം ഖണ്ഡനത്തിൽ വന്നെങ്കിലും പിന്നീട് ഖണ്ഡന പ്രസംഗത്തിന്റെ രംഗത്ത് അദ്ദേഹം വരാറില്ല. ഇപ്പോഴദ്ദേഹത്തെ കാണാറില്ല. ഇടക്കങ്ങാനും ഏതെങ്കിലും സമ്മേളനത്തിലോ മറ്റു മാത്രമേ കാണൂ. അദ്ദേഹത്തോട് ചോദ്യം വന്നു, നിങ്ങളുടെ മുമ്പുള്ള കിതാബുകളിലും നിങ്ങളുടെ പഴയ കാലത്തുള്ള നേതാക്കന്മാരെഴുതിയ പുസ്തകങ്ങളിലുമൊക്കെ ഉനോത്തോന്നുന്നത് സുന്നത്താണെന്നും മറ്റു പലതും പറയുന്നുണ്ടല്ലോ. അതിനയാൾ പറയുന്ന മറുപടി ഒന്ന് കേട്ടോളൂ നിങ്ങൾ എന്ന് വെച്ചുകൊടുത്താവനെ.
ഇപ്പൊ ചിലപ്പോ ഇങ്ങനെ പഴയ അൽമുർഷിദിൽ പഴയ അമലിയാത്തില് സുബഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് മുജാഹിദുകളുടെ ഇസ്ലാഹി പ്രസ്ഥാനക്കാരുടെ അമലിയാത്തല്ലേ, അവരുടെ പുസ്തകമല്ലേ, അവരുടെ ലേഖനമല്ലേ, അവരുടെ പത്രമല്ലേ ആണ്. അതിൽ ഖുനൂത്ത് ഓതാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ട്. എന്താ അത് സ്വീകരിക്കാത്തത്? അതിന് തെളിവില്ലാത്തത് കൊണ്ട്. കേട്ടോ, മറുപടിയൊക്കെ കേട്ടില്ലേ നിങ്ങൾ? അതിൽ പറഞ്ഞിട്ടില്ലേ ഉണ്ട്. പിന്നെ ഖുനൂത്ത് ഓത സുന്നത്താന്ന് പറഞ്ഞില്ലേ ഉണ്ട്. പിന്നെ എന്താ ഓതാത്ത്? തെളിവില്ലാത്തതുണ്ട്. അപ്പൊ ഈ തെളിവില്ലാത്തത് പറയാനാണോ ഇവരെ പുസ്തകമൊക്കെ? തെളിവില്ലാത്തത് പറയാനാണോ ഇവരുടെ പ്രസിദ്ധീകരണമൊക്കെ? അത് ഈ സെക്രട്ടറിയുടെ മറുപടിയാണ് നിങ്ങൾ കേട്ടത്. ഇനി സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ അതേ സമയത്ത് തന്നെ ഇതാ നമ്മുടെ സക്കരിയ സലാഹി അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ അദ്ദേഹം ഇപ്പോൾ പറയുന്നു, അതൊന്ന് കേട്ടോളൂ. യഥാർത്ഥത്തിൽ വിത്റിലെ ഖുനൂത്തിന്റെ ഹദീസ് ലഈഫാണെന്ന ചില പണ്ഡിതന്മാരുടെ നിഗമനം സത്യമാണെന്ന് കരുതിയത് കൊണ്ടാണ് വിത്റിൽ ഖുനൂത്തില്ലെന്ന് നമ്മുടെ പണ്ഡിതന്മാർ പലരും വിശ്വസിച്ചത്. എന്നാൽ ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള സലഫികൾ കരുതുന്ന പോലെ ഈ വിഷയത്തിലുള്ള ഹദീസുകൾ സഹീഹാണെന്നും അതുകൊണ്ട് വിത്റിലെ ഖുനൂത്ത് സുന്നത്താണെന്നും വിശ്വസിക്കുന്നവർ കേരളത്തിലെ മുജാഹിദുകൾക്കിടയിലും ഉണ്ട്. അപ്പൊ ഇതുവരെ മനസ്സിലായത് ലഈഫാണെന്ന, ഇപ്പൊ നോക്കുമ്പോ മനസ്സിലാകുന്നുണ്ട് ലഈഫ് അല്ല. ഇവരെ മതം ഇങ്ങനെ ഉണ്ടാവും, ഓരോ ആഴ്ച ഓരോ മതം. എന്നിട്ട് മൗലവി പറഞ്ഞല്ലോ ഞങ്ങളെ പഴയ പുസ്തകത്തിൽ മന്ത്രത്തെ അനുകൂലിച്ചു. അത് ഉമർ മൗലവിയൊക്കെ എതിർക്കുന്നതിന് മുമ്പാ. ഇങ്ങനെ കൊല്ലത്തിൽ മാറണല്ലോ, അത് വളരെ മുമ്പുള്ളതാ. അത് അവര് തന്നെ അവരാശയത്തെക്കുറിച്ച് എഴുതിയത് നിങ്ങളൊന്ന് കേട്ടോളി. ഇത് KNM കോർഡിനേഷൻ കമ്മിറ്റി 16/5/2001 ബുധനാഴ്ച മുജാഹിദ് സെന്ററിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ ഇതുവരെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങളിലും ചിലർക്ക് വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സമർത്ഥിച്ചുകൊണ്ട് അവതരിപ്പിച്ച പ്രബന്ധമാണ്. ഇത് കണ്ടോ? പ്രബന്ധത്തിൽ എന്താ പറയുന്നത് കേട്ടോളി. അപ്പോൾ ലഭ്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ നമ്മുടെ തെറ്റായ ധാരണകളെ നാം തിരുത്തി. പിന്നീട് കൂടുതൽ പ്രബലവും വ്യക്തവുമായ തെളിവുകൾ ലഭിച്ചപ്പോൾ നമ്മുടെ ചില ധാരണകളെ വീണ്ടും തിരുത്തേണ്ടി വന്നു. തിരുത്തുന്ന പോലെ മനസ്സിലാക്കിയേ. ഇവർക്ക് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒന്നും തെളിവ് നോക്കിയിട്ട് മതിയായില്ല. ഇവരെന്നെ തെളിവ് നോക്കണമെന്ന് തീരുമാനിച്ചു. കേട്ടോ, ഇങ്ങനെ ഓരോ മൗലവി നോക്കാ തിരുത്തുക തന്നെ പരിപാടി. നാറാണത്ത് ഭ്രാന്തന്റെ ഒരു കഥ കേട്ടിട്ടുണ്ട്. മേലോട്ടേക്ക് ഇങ്ങനെ കല്ലുരുട്ടി കൊണ്ടുപോവുക, താഴെ ഇടുക, പിന്നെ ഉരുട്ടുക, പിന്നെയും താഴെ ഇടുക. ഇനിയോ പറയാണ്, ഇങ്ങനെ ഇടക്കാലത്തു നാം സ്വീകരിച്ചതും പിന്നീട് തിരുത്തപ്പെട്ടു പോയതുമായ പല കാര്യങ്ങളും നമ്മുടെ ആദ്യകാല പ്രസിദ്ധീകരണങ്ങളിൽ കണ്ടേക്കാം. പിന്നെയും പറയാണ്, ഉദാഹരണം മൗലിദാഘോഷം, തറാവീഹ് നമസ്കാരം എന്നിവയെ കുറിച്ച് അൽമുർഷിദിലും മറ്റും വന്ന ലേഖനങ്ങൾ. അപ്പൊ ഇവരുടെ നേതാക്കന്മാര് മൗലിദിനെ അനുകൂലിച്ചതാണ്. അതുപോലെ തറാവീഹ് നിസ്കാരം 20 ആണെന്ന് എഴുതിയതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ എഴുതി വെച്ചതാണ്. അവരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാ പറയുന്നത്. എന്നാൽ സക്കരിയ സലാഹിന്റെ ഉസ്താദുണ്ട് സലാം സുല്ലമി, മറ്റേ മടവൂർ മുജാഹിദിന്റെ നേതാവാ. അയാള് ചോദിക്കുന്നത്, നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കലല്ലേ, അങ്ങനെ ശുദ്ധീകരിച്ചോണ്ടിരിക്കുന്ന ശുദ്ധീകരണം പിന്നെ എപ്പോഴാ നിർത്തിയത്? അങ്ങനെ ഫിൽട്ടർ ഓഫ് ആക്കിയിട്ടുണ്ടോ? നമ്മളിങ്ങനെ ദിവസം മാറ്റല്ലേ, പിന്നെ അത് നിർത്തിയത് എപ്പോഴാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എപ്പോഴാ നമ്മൾ കടഞ്ഞെടുത്തത്? പിന്നെ ഇനി അങ്ങോട്ടൊന്നും മാറ്റാൻ പാടില്ല എന്നെപ്പാ തീരുമാനിച്ചതെന്ന് അദ്ദേഹത്തിന്റെ ചോദ്യം. അങ്ങനെയാണ് അവർ രണ്ടായി പിരിഞ്ഞത്. ഒരു കാരണം. എന്നാൽ നിങ്ങൾക്കൊരു രസം കേൾക്കണോ? ഹുസൈൻ സലഫി അടക്കമുള്ള മുജാഹിദുകളിൽപ്പെട്ട ആളുകൾക്ക് പഠിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ എന്നെ വിമർശിച്ചിട്ട് ഹുസൈൻ സലഫി പ്രസംഗിക്കുന്ന ഒരു ക്ലിപ്പാണ് ഞാൻ കേൾപ്പിക്കുന്നത്. എന്താ വിഷയം എന്നറിയോ? ഹദീസിലുണ്ട് ഐക്കല്ല് കെട്ടുന്നതിനെതിരായി ഹദീസിൽ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് പ്രസംഗം പറഞ്ഞു, ഐ കല്ല് എന്ന് പറഞ്ഞാൽ അത് കല്ലാണ്. അങ്ങനെ ക്ഷേത്രങ്ങളിലും മറ്റും വെച്ച് പൂജകൾ നടത്തിയ കല്ലുകളും
മറ്റും കെട്ടുന്ന ഏർപ്പാട് ചില ആളുകൾക്ക് ഉണ്ട്. അത് ഈ നമ്മുടെ മതക്കാരല്ലാത്തവർ അവരുടേതായ ആശയം സ്വീകരിച്ച് ജീവിക്കുന്നതിന് നമ്മൾ അതിനെ വിമർശിച്ച് നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്തരത്തിലുള്ള കല്ലുകളൊന്നും കെട്ടാനും പാടില്ല. അതാണ് കല്ല് എന്ന് പറയുന്നത്. ഇത് ഞാൻ കല്ലാണത് സാധനം, അല്ലാതെ ദിക്ർ എഴുതി